8000 to 1000 BC-യിലാണ് വേരിയേഷനുള്ള കാരണം എവിടെയാണെന്ന് മനസ്സിലായത്. സോ പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലുള്ള ക്യാരക്ടേഴ്സിൽ വരുന്ന വേരിയേഷൻസ് എവിടെയാണ്, ആ വേരിയേഷൻ്റെ മെയിൻ റീസൺ എവിടെ കിടക്കണേന്ന് മനസ്സിലായത് 8000 to 1000 BC-യിലാണ്. അത് മനസ്സിലായത് എവിടെയാണെന്നാണ്? ഇറ്റ് വാസ് സംവെയർ ഹിഡൻ. എവിടെയാണ്? സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ എവിടെയാണ് ഈ വേരിയേഷൻ്റെ മെയിൻ റീസൺസ് കിടക്കണേന്ന് മനസ്സിലായത്. സോ അങ്ങനത്തെ മനസ്സിലായപ്പോൾ പണ്ട് മുതലേ ആ ആൻസസ്റ്റേഴ്സിന് മനസ്സിലായി സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ഈ ഓഫ്സ്പ്രിങ്സിലേക്കുള്ള വേരിയേഷൻസ് പാരൻസിൽ നിന്ന് വരുന്നത്. സംവെയർ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇപ്പോൾ പറയുന്ന പോലെ ഇൻഹെറിറ്റൻസ്, ക്യാരക്ടേഴ്സ് അത്രയ്ക്ക് ഭയങ്കര സയൻറ്റിഫിക്കായിട്ടുള്ള നോളജൊന്നും അവർക്കില്ല. ബട്ട് സംവെയർ ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് ഓഫ്സ്പ്രിങ്സിൽ വരണേ. അവിടെയാണ് ആ വേരിയേഷൻസ്. അവർ അത് മനസ്സിലാക്കി ഈ പറഞ്ഞ വേരിയേഷനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. സോ എക്സ്പ്ലോയിറ്റഡ് വേരിയേഷൻസ് നാച്ചുറലി പ്രസൻറ്റ് ഇൻ ദ വൈൽഡ് പോപ്പുലേഷൻസ് ഓഫ് പ്ലാന്റ്സ് ആനിമൽസ്. സോ നമ്മുടെ നേച്ചറിൽ തന്നെ കാണുന്ന വൈൽഡ് പോപ്പുലേഷനിലുള്ള പ്ലാന്റ്സിൻ്റെയും എനിമൽസിൻ്റെയും വേരിയേഷൻസിനെ അവർ എന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റ് ചെയ്ത് ചൂഷണം ചെയ്യാൻ തുടങ്ങി. അവർ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഈ പറഞ്ഞ നമ്മുടെ നേച്ചറിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് നേച്ചറലായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ വൈൽഡ് പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സ് ആണെങ്കിലും എനിമൽസിലാണെങ്കിലും ചുറ്റും കാണുന്ന ആ പോപ്പുലേഷനിൽ തന്നെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ വേരിയേഷൻസിനെ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തു, ചൂഷണം ചെയ്തു, അവർ ഉപയോഗിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനത്തെ വേരിയേഷൻസിനെ അവർ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ആ ഓർഗാനിസത്തിനെ അവർ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയുള്ള ഓർഗാനിസം എങ്ങനെയുള്ളതായിരിക്കും? ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്. സോ ഇത്ര വേരിയേഷൻസ് ഉള്ള വൈൽഡ് പോപ്പുലേഷൻസിനെ അവർ മനസ്സിലാക്കി അവരെ തന്നെ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് അങ്ങനത്തെ ഒരു പുതിയ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അതുപോലത്തെ ഓർഗാനിസത്തിനെ അവർ ഡെവലപ്പ് ചെയ്തു. ആ ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇവർക്ക് വേണ്ട തരത്തിലുള്ള ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസമാണ് കിട്ടിയിരുന്നത്. സോ നേച്ചറിലുള്ള ആ വേരിയേഷനെ തന്നെ അവർ ഉപയോഗിച്ച് അവർക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള ഓർഗാനിസത്തിനെ അവർ സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യാൻ തുടങ്ങി, കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഫ്രം ആൻസെസ്ട്രൽ വൈൽഡ് കൗസ്. സോ ആർട്ടിഫിഷ്യലി ഇങ്ങനെ നേച്ചറിൽ കാണുന്നത് തന്നെ അവർ ആർട്ടിഫിഷ്യലി അതിനെ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അവരെ സെലക്ട് ചെയ്ത് അവരെ വളർത്തുകയാണ്. ഡൊമസ്റ്റിക്കേഷൻ ഫ്രം എവിടെ നിന്ന്? ആൻസെസ്ട്രൽ വൈൽഡ് കൗ. ആൻസെസ്ട്രലായിട്ടുള്ള ഇവിടെ നിലവിലുള്ള വൈൽഡ് കൗവിൽ നിന്ന് അവർ ആർട്ടിഫിഷ്യലി സെലക്ട് ചെയ്ത് അതിനെ വളർത്തിയെടുത്തു, ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. എന്നിട്ടുണ്ടായി ടു ഹാവ് ഇന്ത്യൻ ബ്രീഡ്. അങ്ങനെയാണ് ഇന്ത്യൻ ബ്രീഡുകൾ അവർ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. സോ ആർട്ടിഫിഷ്യലായിട്ട് ഈ പറഞ്ഞ വേരിയേഷൻസിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരെന്ത് ചെയ്തു? ഡൊമസ്റ്റിക്കേറ്റ്. വൈൽഡ് കവിൽ നിന്ന് അവർ സെലക്ട് ചെയ്തിട്ട് ഇന്ത്യൻ ബ്രീഡുകളെ ഉണ്ടാക്കി. അതിന് എക്സാമ്പിളാണ് സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ്. അങ്ങനെ അവർ സെലക്ട് ചെയ്ത് ആർട്ടിഫിഷ്യലി സെലക്ട് ചെയ്ത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ഇതിന് എക്സാമ്പിളാണ് സഹിവാൾ കൗസ് ഇൻ പഞ്ചാബ്. സോ അന്ന് കാലത്ത് തന്നെ അവർക്ക് മനസ്സിലായി ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അവിടെ എന്തോ സംതിങ് ഇൻഹെറിറ്റൻസ്, അവർക്ക് ആ ടേമുകളൊന്നും അറിയില്ല. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ്, ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ് ജനറേഷൻ എന്ന് നടക്കുന്നുണ്ട്. അതിൽ റിസംബ്ലൻസ് ഉണ്ട്, സിമിലാരിറ്റീസ് റിസംബ്ലൻസ് ഉണ്ട്, അതുപോലെ വേരിയേഷൻസ് ഉണ്ട് എന്നൊക്കെ അവർ മനസ്സിലാക്കി. ആ വേരിയേഷൻ കിടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെന്നും അവർക്ക് മനസ്സിലാക്കി. സോ സയൻറ്റിഫിക്കായിട്ടുള്ള നോളജ് ഒരുപാടൊന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ്, ആ ടേം അല്ല അവർ ഉപയോഗിച്ചിരുന്നത്, ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നൊരു പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന് അവർക്ക് സയൻറ്റിഫിക് അല്ലാണ്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനൊരു പ്രോസസ്സ് ഉണ്ട്. അതിനെ അവർ എന്ത് ചെയ്തത്? എക്സ്പ്ലോയിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള ഡിസൈറബിൾ വെറൈറ്റികൾ ഉണ്ടാക്കി. ഫോർ എക്സാമ്പിൾ സഹിവാൾ കൗസ് ഇൻ ഇന്ത്യ നമ്മുടെ വൈൽഡ് കവിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഇന്ത്യൻ ബ്രീഡുകൾ ഉണ്ടാക്കി. ഇനി നോക്കി കഴിഞ്ഞ് നമ്മൾ അടുത്തത് മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. മെൻഡൽസ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്, മെൻഡലിൻ്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് ചെറിയ ക്ലാസ്സിൽ ചെറുതായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. സോ നമ്മുടെ മിഡ് ഓഫ് 19th century, 19th centuryയുടെ ഒരു മിഡിലാണ് ആദ്യമായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഹെറിറ്റൻസ്. എന്താണ് ഇൻഹെറിറ്റൻസ്, എന്താണ് ഇൻഹെറിറ്റൻസിൽ സംഭവിക്കുന്നത്, എങ്ങനെയാണ് ക്യാരക്ടേഴ്സ് ട്രാൻസ്ഫർ ചെയ്ത് പ്രോജനിയിൽ അല്ലെങ്കിൽ ഓഫ്സ്പ്രിങ്സിലേക്ക് എത്തുന്നത്, അങ്ങനെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച്
കുറച്ചെങ്കിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങിയത് ഒരു മിഡ് ഓഫ് 19th സെഞ്ച്വറിയിലാണ്. സോ മിഡ് 19th സെഞ്ച്വറിന് ഇങ്ങനെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ഐഡിയ തന്നെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഗ്രിഗർ മെൻഡൽ ഉണ്ടായിരുന്നത്. സോ ഗ്രിഗർ മെൻഡൽ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ചെയ്തു. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾ ജനറ്റിക്കലി ഡിഫറെൻ്റ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസം ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മൾ ഹൈബ്രിഡ്. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു. ഏത് പ്ലാന്റിലാണ്? ഗാർഡൻ പീസിലാണ് ചെയ്തത്. അവർ ചെയ്തത് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ഓൺ ഗാർഡൻ പീസ്. ഗാർഡൻ പീസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പൈസം സെറ്റൈവം. സോ പൈസം സെറ്റൈവം എന്ന ഗാർഡൻ പീസിൽ നമ്മുടെ ഗ്രിഗർ മെൻഡൽ എന്ത് ചെയ്തു? ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾ ചെയ്തു. അത് കുറച്ച് കാലമൊന്നുമല്ല ചെയ്തത്. 1856 തൊട്ട് 1863 വരെ 7 ഇയേഴ്സ് അയാൾ എന്ത് ചെയ്തു? ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഗാർഡൻ പീ അഥവാ നമ്മുടെ പൈസം സെറ്റൈവയിൽ ചെയ്യണം. സോ അതിനു മുമ്പ് നമുക്ക് പറയണം നമ്മുടെ മെൻഡലിനെ കുറിച്ച്. നമ്മൾ പറഞ്ഞു ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണെന്ന് പറയുന്നു. സോ അദ്ദേഹം ഒരു സെമിനാരിയിൽ പ്രീസ്റ്റായിരുന്നു. അതുപോലെ അദ്ദേഹം നമ്മുടെ ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രീസ്റ്റായിരുന്നു. അവിടെ അദ്ദേഹം ഒരു സാധാരണ ഒരു കർഷക ഫാമിലിയിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഗാർഡനിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കൃഷിയോടൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. ഇങ്ങനെ കൃഷികളൊക്കെ ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അയാൾ അവിടെ ആ സെമിനാരിയിൽ വെച്ചിട്ട് ഈ പറഞ്ഞ 1856 തൊട്ട് 1863 വരെ കണ്ടിന്യൂസ് 7 ഇയേഴ്സ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾ ഗാർഡൻ പീസ് അല്ലെങ്കിൽ പൈസം സെറ്റൈവത്തിൽ ചെയ്തത്. അയാൾ ഭയങ്കര കീൻ ഒബ്സർവർ ആയിരുന്നു. അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അയാളാണ് ആദ്യത്തെ മനുഷ്യൻ, ഫസ്റ്റ് മാൻ എന്ത് ചെയ്തത്? ഹൂ സ്റ്റഡീഡ് ഇൻഹെറിറ്റൻസ് സിസ്റ്റമാറ്റിക്കലി. സോ ഇൻഹെറിറ്റൻസിനെ കുറിച്ചുള്ള നോളജുകളും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് 19th സെഞ്ച്വറിയിൽ. പക്ഷേ ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത ആദ്യത്തെ ഒരേ ഒരാളാണ് നമ്മുടെ ഗ്രിഗർ ജോൺ മെൻഡൽ. അതുപോലെ അയാളാണ് ആദ്യമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് മാത്തമാറ്റിക്കൽ ലോജിക് അപ്ലൈഡ് ടു ബയോളജി. സോ ബയോളജി ആൻഡ് മാത്സ് രണ്ട് എക്സ്ട്രീം ഒരു വിങ്ങുകളായിട്ട് കരുതുന്ന ഒരു ഇതായിരുന്നു, ടോപ്പിക്കുകളായിരുന്നു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ബയോളജിക്കലായുള്ള എക്സ്പെരിമെൻറ്റുകളിൽ എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, അതുപോലെ മാത്തമാറ്റിക്കൽ ലോജിക്ക്. സോ മാത്തമാറ്റിക്കൽ ലോജിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ബയോളജിയിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത ആളും കൂടിയാണ് നമ്മുടെ ഗ്രിഗർ മെൻഡൽ. അതുപോലെ തന്നെ അദ്ദേഹം സ്റ്റഡി ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ക്യാരക്ടേഴ്സ്, ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഈ ഗാർഡൻ പീസിൽ അയാൾ സ്റ്റഡി ചെയ്തു. സോ ഇൻവെസ്റ്റിഗേറ്റഡ് ക്യാരക്ടേഴ്സ് ആസ് ഒപ്പോസിങ് ട്രേറ്റ്, ഡിഫറെൻ്റ് ആയിട്ട് എക്സ്ട്രീം ഒപ്പോസിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് അയാൾ സ്റ്റഡി ചെയ്തത്. എക്സാമ്പിൾ ടോൾ ആണ് സ്റ്റഡി ചെയ്യുന്ന, എൻ്റെ ഓപ്പോസിങ് ക്യാരക്ടർ ഡ്വാർഫ്. അതുപോലെ യെല്ലോ സീഡാണെങ്കിൽ അപ്പുറത്ത് ഗ്രീൻ. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രീറ്റുകളാണ് അയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. സോ ക്യാരക്ടേഴ്സ് അയാൾ സെലക്ട് ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒപ്പോസിങ് ആയിട്ടുള്ള പരസ്പരം ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് അയാൾ സ്റ്റഡി ചെയ്തത്. പിന്നെ ഇദ്ദേഹം തന്നെയാണ് ആദ്യമായിട്ട് എന്ന് പറയുന്നത് ഫോർമുലേറ്റഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. സോ ഇൻഹെറിറ്റൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഫോർമുലേറ്റ് ചെയ്ത് തന്നത്, ലോ നിയമത്തിൻ്റെ രൂപത്തിൽ തന്നത് ആരാണ്? നമ്മുടെ ഗ്രിഗർ മെൻഡലാണ്. സോ ഫസ്റ്റ് ടൈം ഫോർമുലേറ്റഡ് ആൻഡ് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൻ്റെ ആ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസാണ്. അത് പിന്നീട് പല ലോകളായിട്ട്, മെൻഡലിൻ്റെ പല ലോകളായിട്ട് അറിയപ്പെട്ടു. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് പ്രൊവൈഡ് ചെയ്ത മൂലം, അയാൾ ഫോർമുലേറ്റ് ചെയ്ത മൂലം അതെന്ത് ചെയ്തു? ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെറിഡിറ്റി. സോ നമ്മളിപ്പോൾ അറിയപ്പെടുന്ന ഹെറിഡിറ്റി എന്താണ്, അതിൻ്റെ ഏറ്റവും എന്താ പറയുക ബേസ് കിട്ടിയത് എവിടെ നിന്നാണ്? നമ്മുടെ മെൻഡൽ ചെയ്ത സ്റ്റഡിയിൽ. സോ മെൻഡൽ സ്റ്റഡി ചെയ്ത ഈ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഫോർമുലേറ്റ് ചെയ്ത ആ പ്രിൻസിപ്പിൾസിൽ നിന്നാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ മുഴുവൻ കിട്ടിയതിന് നമ്മൾക്ക് ഇപ്പോൾ അറിയുന്ന ഹെറിഡിറ്റി എന്താണ്, ജീനുകളും അതിൻ്റെ ട്രാൻസ്ഫറും ഇൻഹെറിറ്റൻസിനെ കുറിച്ചൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ അതിൻ്റെ ആ ബേസ് കിട്ടിയത് മുഴുവൻ നമ്മുടെ മെൻഡലിൽ നിന്നാണ്. അങ്ങനെ അദ്ദേഹം 1856 തൊട്ട് 1863 വരെ കണ്ടിന്യൂസ് 7 ഇയേഴ്സ് ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് അല്ല ഒപ്പോസിങ് ക്യാരക്ടേഴ്സിൽ സ്റ്റഡി ചെയ്തു. ആ ക്യാരക്ടേഴ്സ് സ്റ്റഡി ചെയ്ത് 1863 കഴിഞ്ഞ് 1866 അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷനായിട്ട് അയാൾ പബ്ലിഷ് ചെയ്തു. സോ ഈ കൺക്ലൂഷൻസിൻ്റെ പേരായിരുന്നു ഏതിലാണ് അയാൾ പബ്ലിഷ് ചെയ്തത്? ആനുവൽ പ്രൊസീഡിങ്സ് ഓഫ് ദ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് ബ്രൂൺ. ഏതിലാണ് അയാൾ പബ്ലിഷ് ചെയ്ത്? ഒരു വാർഷിക പതിപ്പാണ് ആനുവൽ പ്രൊസീഡിങ്സ് ഓഫ് ദ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് ദ ബ്രൂൺ. ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഒക്കെ പബ്ലിഷ് ചെയ്ത് 1866. എന്നിട്ട് ആ ഒരു പ്രത്യേക ടൈറ്റിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയൊക്കെ അയാൾ ചെയ്തത്. ആ ടൈറ്റിലാണ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ. പ്ലാന്റ് ഹൈബ്രിഡൈസേഷനിൽ നടത്തിയ എക്സ്പെരിമെൻറ്റുകൾ എന്ന ടൈറ്റിലാണ് അയാൾ ഈ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് 1866 ചെയ്തത്. എന്തൊക്കെയാണ്? ആനുവൽ പ്രൊസീഡിങ്സ് ഓഫ് ദ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് സൊസൈറ്റി ഓഫ് ബ്രൂൺ. അതിൽ ആ വാർഷിക പതിപ്പിൽ പബ്ലിഷ് ചെയ്തു 1866. അതിൻ്റെ ടൈറ്റിലായിരുന്നു എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷനിൽ അയാൾ നടത്തിയ എക്സ്പെരിമെൻറ്റുകളായിരുന്നു അത്. അങ്ങനെ ടൈറ്റിൽ കൊടുത്തിട്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ 1866 ഇദ്ദേഹത്തിൻ്റെ ആ കൺക്ലൂഷൻസ് പബ്ലിഷ് ചെയ്തത് ആരും തന്നെ ശ്രദ്ധിച്ചില്ല. എല്ലാവരും അത് ഇഗ്നോർ ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ സയൻറ്റിസ്റ്റും ആ സമയത്ത് എൻഗേജ്ഡ് ആയത് നമ്മുടെ ഡാർവിൻ്റെ തിയറിയിലായിരുന്നു. സോ ഡാർവിൻ പബ്ലിഷ് ചെയ്ത 1859. സോ 1856 ഇദ്ദേഹം സ്റ്റഡി തുടങ്ങിയത്. അത് എൻഡ് ചെയ്തത് 63. അതുപോലെ 66 അത് കൺക്ലൂഷൻസ് പബ്ലിഷ് ചെയ്തത്. സോ 1859 ആ ഡ്യൂറേഷനിൽ 1859 ഡാർവിൻ പബ്ലിഷ് ചെയ്ത ആ സയൻറ്റിഫിക് ഇതിൻ്റെ പിന്നിലായിരുന്നു എല്ലാ സയൻറ്റിസ്റ്റും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡി ആരും തന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഇഗ്നോർഡായി. അങ്ങനെ മെൻഡൽ 1884 ഡൈ ചെയ്തു. അതിനുശേഷം അത് ആരും, ഞാൻ പറഞ്ഞു ആ സമയത്ത് ഡാർവിൻ്റെ സയൻറ്റിഫിക് സ്റ്റഡിയുമായിട്ടും അല്ലെങ്കിൽ ആ പബ്ലിക്കേഷൻസുമായിട്ട് എല്ലാവരും അതിൻ്റെ പുറകിലായിരുന്നു. സോ അതുകൊണ്ട് മെൻഡലിൻ്റെ കൺക്ലൂഷൻസ് ഒന്നും തന്നെ ആരും റെക്കഗ്നൈസ് ചെയ്തില്ല. അപ്പോൾ ഈ മെൻഡലിൻ്റെ വർക്കുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് ഓഫ് മെൻഡൽസ് വർക്ക് റെക്കഗ്നൈസ്ഡ് ഇൻ 1900. മെൻഡൽ മരിച്ചു കഴിഞ്ഞ് അത്രയും വർഷം കഴിഞ്ഞിട്ട് 1900 ആയപ്പോഴാണ് മെൻഡലിൻ്റെ വർക്കുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്തത്. അതെങ്ങനെയാണ്? ഈ 1900 3 ബയോളജിസ്റ്റ്, ഒന്ന് വോൺ ടെഷർമാർക്ക് ഓസ്ട്രിയയിലെ, അതുപോലെ ഹ്യൂഗോ ഡീവ്രിസ് ഹോളണ്ടിലെ, അതുപോലെ കാൾ കോറൻസ് ജർമ്മനി. സോ വോൺ ടെഷർമാർക്ക്, ഹ്യൂഗോ ഡീവ്രിസ്, കാൾ കോറൻസ്, ഈ 3 ബയോളജിസ്റ്റ് മെൻഡൽ ചെയ്ത വർക്കുകളൊക്കെ 1900 ഇൻഡിപെൻഡൻ്റായിട്ട് അവർ സ്വയം ഈ പറഞ്ഞ മെൻഡലിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ തുടങ്ങി. സോ ഇൻഡിപെൻഡൻ്റ്ലി കെയിം ടു സെയിം കൺക്ലൂഷൻ. ഇവർ എല്ലാവരും മെൻഡലിൻ്റെ വർക്കുകളൊക്കെ തനിയെ ചെയ്ത് എന്താണോ മെൻഡലിന് കിട്ടിയത് അതേ കൺക്ലൂഷൻ തന്നെയാണ് ഈ പറഞ്ഞ 3 പേർക്കും കിട്ടിയത്, വോൺ ടെഷർമാർക്കും ഹ്യൂഗോ ഡീവ്രിസിനും കാൾ കോറൻസിനും. സോ അവർ ഇൻഡിപെൻഡൻ്റ്ലി കെയിം ടു ദ സെയിം കൺക്ലൂഷൻ ആസ് മെൻഡൽ എന്താണോ ഈ പബ്ലിക്കേഷൻസിൽ കൺക്ലൂഡ് ചെയ്ത് വെച്ചത് അത് തന്നെയാണ് ഈ 3 പേർക്കും ഇൻഡിപെൻഡൻ്റായിട്ട് അവർ ഇൻഡിപെൻഡൻ്റ്ലി ഈ സെയിം കൺക്ലൂഷനിൽ അവർ എത്തി. അങ്ങനെ ഇവരിത് റീഡിസ്കവറി ചെയ്തപ്പോൾ മെൻഡലിൻ്റെ വർക്കൊക്കെ റീഡിസ്കവറി ചെയ്തിട്ട് അപ്പോൾ മാത്രമാണ് മെൻഡലിൻ്റെ പ്രിൻസിപ്പിൾസ് പ്രൊപ്പോസ്ഡ് ബൈ മെൻഡൽ റെക്കഗ്നൈസ്ഡ് ആൻഡ് അപ്രീഷിയേറ്റഡ്. ഇവർ റീഡിസ്കവറി ചെയ്ത് മെൻഡലിന് കിട്ടിയ സെയിം കൺക്ലൂഷൻ ഇവർക്ക് കിട്ടിയപ്പോഴാണ് മെൻഡലിൻ്റെ പബ്ലിക്കേഷൻസും അല്ലെങ്കിൽ മെൻഡലിൻ്റെ പ്രൊപ്പോസൽസും ഒക്കെ റെക്കഗ്നൈസ് ചെയ്തതും അപ്രീഷിയേറ്റഡ്. അപ്പോൾ മാത്രമേ മെൻഡലിൻ്റെ വർക്ക് വെളിച്ചം കണ്ടുള്ളൂ. അപ്പോൾ മെൻഡൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. സോ മെൻഡൽ കണ്ടക്ട് ചെയ്ത എക്സ്പെരിമെൻറ്റുകളൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ആയിരുന്നു. സോ മെൻഡലിൻ്റെ വർക്കുകളൊക്കെ ആർട്ടിഫിഷ്യൽ അഥവാ ക്രോസ് പോളിനേഷൻ എക്സ്പെരിമെൻറ്റുകളായിരുന്നു. അതും അത് ചെയ്തത് ട്രൂ ബ്രീഡിംഗ് ലൈൻസിൽ. നമ്മൾ പറഞ്ഞു പ്യുവർ ബ്രീഡിംഗ് അഥവാ ട്രൂ ബ്രീഡിംഗ് ലൈൻസുകളിലാണ് മെൻഡലിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത്, എന്നിട്ട് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ആണ് ചെയ്തത്. നമ്മൾ പറഞ്ഞതാണ് എന്താണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പാരൻറ്റ് പ്ലാന്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ പാരൻറ്റ് പ്ലാന്റ് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടക്കുകയാണെങ്കിൽ അതിൽ സ്ലോ ആൻഡ് സ്റ്റേബിൾ ട്രേറ്റ്, അതേ ഏത് ട്രേറ്റിനാണ് വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്, ആ സെൽഫ് പോളിനേഷൻ വഴി അതേ ക്യാരക്ടർ തന്നെ ഇൻഹെറിറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ഒരുപാട് ജനറേഷനിൽ അത് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അങ്ങനത്തെയുള്ളവരെയാണ് ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുന്നത്. സോ ഏത് പ്ലാന്റ് ആണോ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ വഴി സ്റ്റേബിളായിട്ട്
ഇൻഹെറിറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ സെവറൽ ജനറേഷനിൽ അങ്ങനെ തന്നെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് എന്ന് പറയുക. സോ മെൻ്റൽ സെലക്ട് ചെയ്ത പ്ലാന്റുകളൊക്കെ ട്രൂ ബ്രീഡിംഗ് ആണ്. അതായത് മെൻ്റൽ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ക്യാരക്ടറിനെ അയാൾ കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ചെയ്ത് ട്രൂ ബ്രീഡിംഗ് ആണ്, ഇതേ ക്യാരക്ടർ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് സെവറൽ ജനറേഷനിലും ഇതേ ക്യാരക്ടർ തന്നെയാണ്, ടോൾ തന്നെയാണ്, ഡ്വാർഫ് തന്നെയാണ്, അല്ലെങ്കിൽ ഗ്രീൻ കളറാണ്, യെല്ലോ കളറാണ് എന്നൊക്കെ കറക്റ്റായിട്ട് എൻഷുർ ചെയ്തിട്ട് സെവറൽ ജനറേഷനിലും അതേ സ്റ്റേബിൾ ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യുകയും എക്സ്പ്രസ് ചെയ്യുകയും ചെയ്ത പ്ലാന്റുകളെ മാത്രമാണ് മെൻ്റൽ എന്ത് ചെയ്തത്, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷന് വേണ്ടി ഉപയോഗിച്ചത്. ഇനി നമ്മൾ മെൻ്റലിൻ്റെ പ്ലാന്റിൻ്റെ പറയുന്നത് ഗാർഡൻ പീ അഥവാ പൈസം സെറ്റവേ എന്ന്. സോ ഈ ഗാർഡൻ പ്ലാന്റുകളിൽ അയാൾ ഉപയോഗിച്ച പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉള്ളൊരു പ്ലാന്റ് ആയിരുന്നു നമ്മുടെ ഗാർഡൻ പീ. അത്രയധികം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. അതിൽ അദ്ദേഹം 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റ് വെറൈറ്റീസ് പെയറുകളായിട്ട് അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സായിട്ടാണ് അയാൾ സെലക്ട് ചെയ്തത്. 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റിൽ അതിൽ 7 എണ്ണത്തിനെ സെലക്ട് ചെയ്തു. അതിൽ ഓരോന്നിനും ഓരോ വെറൈറ്റിക്കും ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരുന്നു. 7 എണ്ണം സെലക്ട് ചെയ്ത് ഓരോ 7 ക്യാരക്ടറിനും ആ 7 ക്യാരക്ടേഴ്സാണ് ഇവിടെ കൊടുത്തത്. അത് 7 ക്യാരക്ടറിനും ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള വെറൈറ്റികൾ ഉണ്ടായിരുന്നു. സോ അയാൾ ചെയ്ത ആ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. മെൻ്റൽ ചെയ്തത് അതിൽ സ്റ്റെം ഹൈറ്റ് സ്റ്റഡി ചെയ്തു, ഫ്ലവർ കളറ് പീ പ്ലാന്റിൻ്റെ, അതുപോലെ ഫ്ലവറിൻ്റെ പൊസിഷൻ, പോഡിൻ്റെ ഷേപ്പ്, പോഡ് കളറ്, അതുപോലെ സീഡിൻ്റെ ഷേപ്പ്, സീഡ് കളറ്. ഇത്രയുമാണ് മെൻ്റൽ നടത്തിയ ക്യാരക്ടേഴ്സ്, 7 ക്യാരക്ടേഴ്സ്. അതിൻ്റെ തന്നെ 2 ഓൾട്ടർനേറ്റീവുകൾ. സോ സ്റ്റെം ഹൈറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഏത് ക്യാരക്ടറാണോ എക്സ്പ്രസ്ഡ് ആവണേ അതിന് ഡോമിനൻ്റ് എന്നും, ഏത് ക്യാരക്ടറാണോ സപ്രസ്ഡ് ആവണേ അതിന് റെസിസീവ് എന്ന് പറഞ്ഞു. സോ ഓരോ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുമ്പോൾ ഒന്ന് ഡോമിനൻ്റ് ക്യാരക്ടർ ഉണ്ടാവും, ഒന്ന് റെസിസീവ് ക്യാരക്ടർ ഉണ്ടാവും. സോ മെൻ്റൽ സ്റ്റഡി ചെയ്യുമ്പോൾ അതിൽ പ്യുവർ ഡോമിനൻ്റ് ഉണ്ടാവും, പ്യുവർ റെസിസീവ് ഉണ്ടാവും. അതാണ് നമ്മൾ ട്രൂ ബ്രീഡിംഗ് ഡോമിനൻ്റ് ഉണ്ടാവും, ട്രൂ ബ്രീഡിംഗ് റെസിസീവ് ഉണ്ടാവും. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് അയാൾ നമ്മുടെ ക്രോസ് പോളിനേഷൻ അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷന് വേണ്ടി യൂസ് ചെയ്തത്, ഇങ്ങനത്തെ ട്രൂ ബ്രീഡിംഗ്. സോ സ്റ്റെം ഹൈറ്റ് ഡോമിനൻ്റ് ക്യാരക്ടർ ടോൾ ആയിരുന്നു, റെസിസീവ് ക്യാരക്ടർ ഡ്വാർഫ് ആയിരുന്നു. അതുപോലെ ഫ്ലവറിൻ്റെ കളറ് ഡോമിനൻ്റ് ക്യാരക്ടർ വയലറ്റ് ആയിരുന്നു, റെസിസീവ് ക്യാരക്ടർ വൈറ്റ് ആയിരുന്നു. സോ ഫ്ലവർ കളറ് വയലറ്റ് ഡോമിനൻ്റ് ക്യാരക്ടർ, വൈറ്റ് റെസിസീവ് ക്യാരക്ടർ. അതുപോലെ ഫ്ലവറിൻ്റെ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് ഫ്ലവർ, അതിൽ ഡോമിനൻ്റ് ക്യാരക്ടർ ആക്സിയലും റെസിസീവ് ക്യാരക്ടർ ടെർമിനലായിരുന്നു. ഡോമിനൻ്റ് ആയിട്ടുള്ളത് ആക്സിയലും റെസിസീവ് ടെർമിനലും. അതുപോലെ പോഡിൻ്റെ ഷേപ്പ്, പോഡിൻ്റെ ഷേപ്പ് ഇൻഫ്ലേറ്റഡ് ഫുൾ ഷേപ്പായിരുന്നു. അതുപോലെ ഡോമിനൻ്റ് ക്യാരക്ടർ ഇൻഫ്ലേറ്റഡും റെസിസീവ് ക്യാരക്ടർ കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അപ്പിയറൻസ് ആയിരുന്നു, ഫുള്ളല്ല. ഇത് ഫുള്ള്, മറ്റേത് കൺസ്ട്രിക്റ്റഡ്. ഇൻഫ്ലേറ്റഡ് ഷേപ്പ് ഡോമിനൻ്റ്, കൺസ്ട്രിക്റ്റഡ് ഷേപ്പ് റെസിസീവ് ആയിട്ടെടുത്തു. ഇനി അതുപോലെ പോഡിൻ്റെ കളറ് സെലക്ട് ചെയ്തത് ഗ്രീൻ കളറാണ് ഡോമിനൻ്റ് ആയിട്ട് സെലക്ട് ചെയ്ത്, അതുപോലെ യെല്ലോ ആണ് റെസിസീവായിട്ട്. സോ ഗ്രീൻ ഡോമിനൻ്റ് ആൻഡ് യെല്ലോ ഇൻ ദ കേസ് ഓഫ് പോഡ് കളർ. അതുപോലെ സീഡിൻ്റെ ഷേപ്പ് നോക്കിയപ്പോൾ സീഡിൻ്റെ ഷേപ്പ് റൗണ്ടായിരുന്നു, റൗണ്ട് ഷേപ്പുള്ള സീഡായിരുന്നു ഡോമിനൻ്റ്, റിഗിൾഡ് ഷേപ്പുള്ള സീഡായിരുന്നു റെസിസീവ്. അതുപോലെ സീഡിൻ്റെ കളർ നോക്കിയപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, നമ്മുടെ പോഡ് കളറിൻ്റെ ഓപ്പോസിറ്റാണ് സീഡ് കളർ. സോ പോഡ് കളറിൽ ഗ്രീൻ ആണ് ഡോമിനൻ്റ്, യെല്ലോ ആണ് റെസിസീവ് എന്നെങ്കിൽ സീഡിൻ്റെ കളറിൽ യെല്ലോ ഡോമിനൻറ്റും ഗ്രീൻ കളറുമാണ് റെസിസീവ്. ഇത്രയും 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്, ആ 7ൻ്റെയും 2 വെറൈറ്റി ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെറൈറ്റികൾ, രണ്ടും ഓപ്പോസിങ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ് മെൻ്റൽ സ്റ്റഡി ചെയ്തത്. ഇതൊക്കെയാണ് മെൻ്റൽ സ്റ്റഡി ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ക്യാരക്ടേഴ്സ് 7 കാണാം. അതുപോലെ ഡോമിനൻ്റ് ട്രേറ്റ് ഏതാണ്, റെസിസീവ് ട്രേറ്റ് ഏതാണെന്ന് കാണാം. സോ നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റെമ്മിൻ്റെ ഹൈറ്റ് ടോള്, ഡ്വാർഫ്. സോ ടോൾ പ്ലാന്റ്, ഡ്വാർഫ് പ്ലാന്റ്. നമുക്കിവിടെ കറക്റ്റായിട്ട് അതിൻ്റെ ഫിനോടൈപ്പ് എക്സ്റ്റേണലി നമുക്ക് തന്നെ മനസ്സിലാവും ടോൾ പ്ലാന്റ് ആണിത്, ഇത് ഡ്വാർഫ് പ്ലാന്റ് ആണ്. സോ സ്റ്റെം ഹൈറ്റ്. പിന്നത്തത് രണ്ടാമത്തെ ക്യാരക്ടറാണ് ഫ്ലവർ പൊസിഷൻ. സോ ഫ്ലവറിൻ്റെ പൊസിഷൻ ആക്സിയൽ ഫ്ലവർ പൊസിഷൻ, അതുപോലെ ടെർമിനലായിട്ട്. സോ ഈ 2 സൈഡുകളിലായിട്ട് കാണുമ്പോൾ അത് ആക്സിയൽ എന്ന് പറയും. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുമ്പോൾ നമ്മളതിനെ ടെർമിനൽ. സോ ടെർമിനൽ സൈഡിൽ ഫ്ലവറിൻ്റെ പൊസിഷൻ, അതുപോലെ അതിൻ്റെ ആക്സിസുകളിൽ അതിൻ്റെ ഫ്ലവർ പൊസിഷൻ കാണുന്നു. സോ ആക്സിയൽ ഫ്ലവർ പൊസിഷൻ, ടെർമിനൽ ഫ്ലവർ. സോ 2 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് നമ്മൾ ടോളും ഡ്വാർഫും പറഞ്ഞ പോലെ. അടുത്തത് അതിൻ്റെ പോഡിൻ്റെ കളറ്.
ആ സീഡിൻ്റെ ആ കളർ നോക്കിയേ, ഗ്രീൻ പോഡ് അതുപോലെ യെല്ലോ, ഗ്രീൻ പോഡ് യെല്ലോ. അതുപോലെ പോഡിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ഷേപ്പ്, കറക്റ്റ് റൗണ്ട് ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു മാർക്കിങ്സ് ഒന്നുമില്ലാത്ത ഫുൾ ഷേപ്പ്. അതുപോലെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ റിങ്കിൾഡ് പോലത്തെ അങ്ങനത്തെ മടങ്ങിയ ഷേപ്പ്, കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഷേപ്പുള്ള പോഡ്. സോ ഫുൾ ഷേപ്പ് ഉള്ളത് ആൻഡ് കൺസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പോഡ്. അതുപോലെ ഫ്ലവറിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ വയലറ്റ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, വയലറ്റ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ. അതുപോലെ സീഡിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ യെല്ലോ സീഡ്, ഗ്രീൻ കളർ. സോ സീഡ് യെല്ലോ, ഗ്രീൻ. അതേസമയം സീഡിൻ്റെ ഷേപ്പ് നോക്കിക്കഴിഞ്ഞാൽ സീഡ് ഷേപ്പാണെങ്കിൽ റൗണ്ട്, റിങ്കിൾഡ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കളറുകൾ ഒരേപോലെ തോന്നും നമുക്ക്. പക്ഷെ ഇവിടെ ഡോമിനൻറ്റ് ട്രേറ്റുകളാണ് ഇവിടെ കൊടുത്തത് മുഴുവൻ. ഇതൊക്കെ റെസിസീവ് ട്രേറ്റുകളാണ്. സോ മെൻ്റൽ സ്റ്റഡി ചെയ്തതിൽ 7 കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഡോമിനൻ്റ് ട്രേറ്റ് ഏതാണെന്ന് ക്ലിയർ ആയിട്ട് വിസിബിളാണ്, റെസിസീവ് ട്രേറ്റുകൾ ഏതാണെന്ന് ക്ലിയർ ആയിട്ട് വിസിബിളാണ്. ഇതാണ് മെൻ്റൽ ചെയ്ത, പീ പ്ലാന്റിൽ ചെയ്ത 7 കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സുകൾ.